പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങോട്ട് നോക്കിയ കാഴ്ച ശിവാലയുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. ലൈറ്റ് അല്ലാത്ത വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞൊരു ഏരിയയാണ് ഈ ഒറ്റേനി മുതൽ എടക്കയ്യൂർ മന്നിലാകുന്ന് ഭാഗക്കട്ട. അതിമനോഹരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം വർക്ക് കഴിഞ്ഞോ എന്നൊക്കെ ഞങ്ങൾ ചിലപ്പോൾ നീട്ടും. ഇത് നോക്കിയേ, അപ്പോൾ ഈ ഭാഗത്ത് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞെന്ന് പറയാം. 99% വർക്ക് കഴിഞ്ഞു. ആ ലൈറ്റോടും കത്തിയാൽ ഈ കംപ്ലീറ്റ് വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ശിവാലയുടെ വർക്ക് ഇതേപോലെ കഴിഞ്ഞ ഏരിയ ചിലപ്പോൾ വേറെ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. വണ്ടികൾ ഓപ്പൺ ആക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എടക്കയ്യൂർ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് ഒരു 50% എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടും കഴിഞ്ഞാൽ കാപ്പിരിക്കാട് മുതൽ അങ്ങോട്ട് ചാവക്കാട് വരെ സുഖസുന്ദരമായി ഇതേപോലെ പോവാം. കുറച്ച് ഭാഗത്ത് ഫിനിഷ് വർക്ക് ഉണ്ട് കേട്ടോ. ഇതേപോലെ എവിടെ എത്തിയിട്ടില്ല ഇത്ര ക്ലിയർ ആയിട്ട്. ഈ എടക്കയ്യൂരും ഈ ഒറ്റേനി ഭാഗത്തിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എടക്കയ്യൂർ ഭാഗത്ത്, എടക്കയ്യൂർ പറഞ്ഞാൽ 6-ാം കല്ല് ആ ഭാഗത്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ എന്തൊരു ഭംഗിയുള്ള കാഴ്ച നോക്കിയാൽ. ശിവാലയുടെ വർക്ക് ഇതേപോലെ കഴിഞ്ഞപ്പോൾ സന്തോഷം. ഈ ഭാഗത്ത് ഏറ്റവും ലാസ്റ്റിൽ തുടങ്ങിയ സ്ഥലം കേട്ടോ. അവിടെ മറ്റുള്ളവർക്കൊക്കെ വർക്ക് നടക്കുമ്പോൾ ഈ ഭാഗത്തൊന്നും എവിടെ എത്തിയിട്ടുണ്ടാവില്ല. ഈ ഇടയ്ക്ക് ഈ ഒരു ഭാഗം ഒറ്റേനി എന്നൊക്കെ പറഞ്ഞാൽ മന്നിലാവുന്നതിന് ഇപ്പുറത്തേക്കൊന്നും എവിടെ എത്തിയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ എന്ത് മനോഹരമായ കാഴ്ച നോക്കിയാൽ. ഈ ലൈറ്റിൻ്റെ വർക്ക് മാത്രം ഇവിടെ കഴിയാൻ ബാക്കിയുള്ളൂ. ശിവാലയുടെ ലൈറ്റ് കണ്ടില്ലേ നിങ്ങൾ, ശ്രദ്ധിച്ചാന്നറിയില്ല. കുറച്ച് ഭാഗത്തൊക്കെ പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടില്ലേ, ഒറ്റ സൈഡിലേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് മെയിൻ റോഡിലേക്ക് മാത്രമാണ് ലൈറ്റ് എത്തുന്നത്. സർവീസ് റോഡിൻ്റെ പോസ്റ്റ് തന്നെയാണ് ലൈറ്റ് വരുന്നത്. കണ്ടില്ലേ, അങ്ങനെ KNRC വ്യത്യാസം കിട്ടാം. മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഒരു പോസ്റ്റ്മാൻ 2 ലൈറ്റ് വരിക. ഇവിടെ ഒറ്റ സൈഡേ വരുള്ളൂ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. KNRCൻ്റെ വർക്കും ശിവാലയുടെ വർക്കും രണ്ട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ കണ്ടവർക്ക്, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ് വരുന്നത്. സർവീസ് റോഡ് പണികളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. രണ്ട് കമ്പനി ആയതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒറ്റേനിയാണ് കേട്ടത്. ഒറ്റേനി കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മന്നിലാകുന്ന് മുതൽ അതുപോലെ തന്നെ എടക്കയ്യൂർ ഒറ്റേനി ഇവിടക്കഞ്ഞ് ബാക്കിയുള്ള കുറച്ച് പെയിൻറ്റിങ്ങാണ്, പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ നടന്നിട്ടാണ്. ഒറ്റേനി അണ്ടർപാസൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. ഇനി എടക്കയ്യൂരാണ് ഓപ്പൺ ആക്കാനുള്ളത്. അതുപോലെ മന്നിലാവുന്ന ഒരു 95% അതിൻ്റെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെ 90-95% കഴിഞ്ഞിരിക്കുന്നത്. എടക്കയ്യൂർ ഒഴികെ ബാക്കി നല്ല രീതിയിൽ തന്നെ കേട്ടോ. വർക്കിപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇതിനൊക്കെ നല്ല ഫാസ്റ്റാവും, നല്ല വ്യത്യാസം ഉണ്ടാവും. ഈ കൊല്ലത്തിൽ തന്നെ ഈ ഭാഗത്തൊക്കെ ഓപ്പൺ ആവും കേട്ടോ. ഈ ഭാഗത്ത് എന്തായാലും ഓപ്പൺ ആവാൻ പറ്റും. പിന്നെ ഒരു 2 മാസം 3 മാസം ഉള്ളിൽ തന്നെ ചാവക്കാട്, എടക്കയ്യൂർ കഴിഞ്ഞാൽ ചാവക്കാട് വരെ തിരിച്ച് പൊളിച്ച് പോവാം. ചാവക്കാട് വർക്കൊക്കെ നടക്കുന്നു കേട്ടോ. അവിടെ ഒന്നും തീരെ വർക്ക് നടന്നില്ലല്ലോ ചാവക്കാട് ബൈപ്പാസിലൊക്കെ. റഹ്മത്താളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടോ കമൻറ്റൊക്കെ അടിച്ചിട്ട് കേട്ടോ. ഇനി ഇതാ ഇവിടെ കംപ്ലീറ്റ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നു, പെയിൻറ്റിങ് ബാക്കിയുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ ചെറിയ വർക്കുകൾ മാത്രമേ ഈ പ്രദേശത്ത് ബാക്കിയുള്ളൂ. എന്തായാലും നല്ല അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. അതേപോലത്തെ ഒരു കാഴ്ച ശിവാലയയിൽ കണ്ടിട്ടില്ല. നമ്മൾ KNRCയിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഫുള്ള് വർക്ക് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ പോകാൻ പറ്റുന്നതൊക്കെ. എല്ലാ ഭാഗത്തും ഒരുവിധം ഇവിടെ പെയിൻറ്റിങ് ഒരു 60-70-80% എത്തിക്കണം കേട്ടോ എല്ലാ ഭാഗത്തും. കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് കണ്ടില്ല വന്ന ബൈക്കൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞ സ്ഥലങ്ങളുണ്ടായിരുന്നു. പെയിൻറ്റിങ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ പെയിൻറ്റിങ് അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ. ചിലയിടത്ത് മെഷീനിൽ അടിക്കുന്നുണ്ട്, ബ്രഷിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും പെയിൻറ്റിങ് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കൈകൊണ്ടടിക്കുന്ന പെയിൻറ്റിങ് കേട്ടോ. കണ്ടില്ല ഇവിടെ അതാ പെയിൻറ്റിങ് കഴിഞ്ഞ്. എന്താ നോക്കിയാൽ പെയിൻറ്റിങ് കഴിഞ്ഞാൽ കേട്ടോ ഒരു വീട് പണി ആയാലും ശരി പെയിൻറ്റിങ് കഴിയുമ്പോൾ അല്ല അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. കണ്ടില്ലേ ഇവിടെയൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞ സ്ഥലത്ത് കണ്ടില്ലേ പ്രത്യേക ഭംഗി കേട്ടോ. വണ്ടി അറിയുന്നവരൊക്കെ വരുന്നുണ്ട്. വണ്ടി കൂടെ ഒരു വണ്ടി പോയി കണ്ടില്ലേ.
ഇവിടെ ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല. അറിയാത്തവർ വരാണ്ടിരിക്കുക. പെട്ടെന്ന് പോലെ ചിലപ്പോൾ വണ്ടിയൊക്കെ കയറിയിട്ട് വരും. ഞാൻ പരിചയം ഉള്ളതുകൊണ്ടട്ട് അങ്ങനെ പോണത്. പരിചയം മാത്രമല്ല, ബൈക്കാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. തൃശ്ശൂരുണർന്നു പകലിലൊരു പുതുവഴി തെളിഞ്ഞു മിഴികയ തുറന്നു. കുന്നിൻ കാറ്റ് താളം പിടിച്ചു പാടുന്ന പച്ചനിറങ്ങൾ നിറഞ്ഞു. തൃശ്ശൂരുണർന്നു നേരെ മുന്നോട്ടു. സ്വപ്നപാത ഇതാ കുതിച്ചുയരുന്നു. ഒറ്റേനിയാണ് കേട്ടോ. ഒറ്റേനിയിൽ അണ്ടർപാസിൻ്റെ മേലെ നിന്നിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. കണ്ടില്ലേ, ഹൈവേയുടെ പെട്രോൾ പമ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹൈവേയുടെ വണ്ടികൾക്കൊക്കെ പെട്രോൾ അടിക്കുക ഇവിടെ നിന്ന് ഒറ്റേനി ഭാഗത്ത് ഒക്കെ വരുമ്പോൾ ഈ ഭാഗത്ത് നട്ടാ ചാവക്കാട് മുതൽ ഇങ്ങോട്ടൊക്കെ ഉള്ള ഭാഗത്തുള്ള ഒരു കംപ്ലീറ്റ് ഹൈവേയുടെ വർക്കിൻ്റെ ഭാഗമുള്ള എല്ലാവർക്കും അടിക്കുക കേട്ടോ. പോയിട്ട് ഹൈവേയുടെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും അടിക്കാമെന്ന്. കണ്ടില്ലേ എന്താ റോഡ് അല്ലേ. മണലിൽ വീണ കാറ്റു പോലെ പാതയോരം പകലായി മാറി. അരികിലെ മരങ്ങൾ തളിരാ മിഴിയിലൊരു സ്വപ്നം തീർത്തു. ഓർമ്മകളുടെ താളം പാടി പാടം മുഴുവൻ പാതകൾ തേടി. അറുപത്താറു മനസ്സ് കാത്തു നിന്ന സ്വപ്നം. 66 ഇനി നമ്മുടേതായ പാത. 66 മനസ്സ് കാത്തു നിന്ന സ്വപ്നം. 66 ഇനി നമ്മുടേതായ പാത. ചോരയുടെ കഥ, നദികൾ കുതിർന്ന വഴികൾ ഇവിടെയെല്ലാം പാടെ പടർന്നു. തേറുവകൾ താളമിട്ടു പാടി വളവുകൾ നിഴൽ തീർത്തു. 1000 കൈകളാൽ തീർത്ത പാത. 66 മനസ്സിൽ കാത്തു നിന്ന സ്വപ്നം. 66 ഇനി നമ്മുടേതായ പാത. 66 മനസ്സിൽ കാത്തു നിന്ന സ്വപ്നം. 66 ഇനി നമ്മുടേതായ പാത. പഞ്ചവടി എടക്കയ്യൂർ ഭാഗത്തേക്ക് നമ്മൾ എത്താൻ പോകട്ടോ. ഞാൻ ഇങ്ങനെ സ്ഥലം പേര് പറഞ്ഞത് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ എനിക്കാണെങ്കിൽ ബോർഡ് നോക്കാനും പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ ഹൈവേ സർവീസ് റോഡിലൂടെ പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. ഇപ്പോൾ പഞ്ചവടി എത്തി. ഇനി അടുത്ത് എടക്കയ്യൂരിൽ നിന്നാണ് അണ്ടർപാസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ. വർക്ക് തീരെ മോശമായ സ്ഥലം. ഇപ്പോൾ സ്റ്റാർട്ടായിട്ട് നല്ല രീതിയിൽ വർക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ ഒരു 50% എത്തി. മഴ കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ടായിപ്പോൾ. എന്തായാലും 2 മാസത്തിനുള്ളിൽ വർക്ക് എടുത്ത് തീരും വിചാരിക്കണം. പിന്നെ ഇവിടെ ചിലപ്പോൾ ഒരു മേൽപ്പാലം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നടപ്പാത ഇവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് എടക്കയ്യൂർ. അതുപോലെ തന്നെ സ്കൂളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു നടപ്പാത കൂടി വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എത്രത്തോണ്ട് ശരിയാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടുന്ന് ഒരു ന്യൂസ് കിട്ടിയതാണ്. ഇവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞു കേട്ടോ. അതിനുള്ളൊരു പരിപാടി ഇനി എപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ.